ഇസ്രായേലിനെതിരായ സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതായി ഇറാൻ. ദക്ഷിണ ലെബനാനിലും മറ്റും ആക്രമണം തുടർന്നാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇറാന്റെ തീരുമാനം. ഉടൻ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി മുതൽ കനത്ത പ്രത്യാക്രമണമാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. ലെബനൻ ജനതയ്ക്ക് പിന്തുണയുമായി രംഗത്തു വന്ന ഇറാനെയും ഹൂത്തികളെയും ഹമാസ് അഭിനന്ദിച്ചു. MC നാസർ വിശദാംശങ്ങൾ നൽകും. MC, വലിയ ആശ്വാസം. ഇറാനും ഇസ്രായേലും നേർക്കുനേറൊരു യുദ്ധത്തിലേക്ക് വന്ന 24 മണിക്കൂറാണ് പിന്നിട്ടത്. ഇപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ടോ? ഏതൊക്കെ മധ്യസ്ഥ നീക്കലാണ് ഇപ്പോൾ ഫലം കണ്ടത്? സൈഫുദ്ദീൻ, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും ഇറാൻ സൈനിക നടപടികൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് തങ്ങൾ ഏകപക്ഷീയമായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഒരു നിബന്ധന വളരെ പ്രധാനമായി തന്നെ ഇറാൻ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദക്ഷിണ ലെബനാനിൽ ഒരു ആക്രമണവും ഉണ്ടാകാൻ പാടില്ല. ഇസ്രായേൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ മാരകമായി തന്നെ തിരിച്ചടിയിലേക്ക് പോകും. അത് വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ ട്രംപിനെ മറികടന്നുകൊണ്ട് ലെബനാനിൽ ഒരു യുദ്ധം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇറാനും കൃത്യമായി തന്നെ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കും. ലെബനാനെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിൽ അവർ ഒറ്റയ്ക്കാവില്ല. തങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം ലെബനാൻ ജനതയ്ക്കും ലെബനാൻ നേതാക്കൾക്കും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി ഇപ്പോൾ ഇറാൻ നേതൃത്വം നൽകുകയാണ്. എന്തായാലും രാഷ്ട്രീയമായിട്ടും നയതന്ത്ര തലത്തിലും വലിയ ഒരു മേൽക്കോയ്മ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഇറാൻ നേതൃത്വം അവകാശപ്പെടുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കരാർ രൂപപ്പെടുത്താനുള്ള സാധ്യതകൾ ആരായുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാക് ആഭ്യന്തരമന്ത്രി 3 ദിവസമായി മൊഹ്സിൻ നഖ്വി ഇപ്പോൾ തെഹ്റാനിൽ തുടരുന്നുണ്ട്. അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെ ഇറാൻ നേതാക്കളുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കരാറിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായിട്ട് മുന്നോട്ട് പോകും. അതല്ല, ആ കരാറിലേക്ക് എത്തുന്നില്ല എങ്കിൽ നാവിക ഉപരോധം തുടരും. കൂടുതൽ കടുത്ത നടപടികൾക്ക് ഇറാൻ വിധേയമാകേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. എന്തായാലും മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ ഇസ്രായേലിന് നേർക്ക് ആദ്യം ആക്രമണം നടത്തി നിരവധി മിസൈലുകൾ ഇസ്രായേൽ മേഖലകളിൽ പതിച്ചു. തുടർന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായി. അതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് രണ്ടാം വട്ടവും നിരവധി മിസൈലുകൾ ഹൈഫക്കും അതോടൊപ്പം തന്നെ തെല്ലവീവിന്റെ നേർക്ക് ഇറാൻ അയക്കുകയും ചെയ്തു. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഹൂത്തികൾ കൂടി ഈ ഒരു യുദ്ധത്തിൽ തങ്ങൾ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുമെന്ന് വ്യക്തമാക്കുക മാത്രമല്ല, ഇസ്രായേലിന് നേർക്ക് അവർ മിസൈലുകൾ അയച്ചു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും ഹൂത്തികൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ചെറുക്കുക എന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങളും ആശയവിനിമയങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വിജയത്തിൽ എത്തുകയാണെങ്കിൽ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഒരു സംഘർഷത്തിന് കുറെ അയവുണ്ടാവും. അതല്ല, ലെബനാനിൽ കൂടുതൽ ആക്രമണവുമായി മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള വലിയ സാധ്യത കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മേഖലയിലാകെ വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.